Hi all, welcome to yet another video of Constitution of India, which is a common paper for all branches under KTU for S4. And Module 3, we are going to deal with the topics, and the topics has been broadly divided into three, and they are the Indian Union Executive, the Parliament, and the Indian Union Judiciary. Or വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ്, പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി, ഈ മൂന്ന് ടോപ്പിക്സ് ആയിരിക്കും മോഡ്യൂൾ 3 നമ്മൾ കവർ ചെയ്യുന്നത്. ആൻഡ് in this particular video we'll be dealing with the very first topic, that is the union executive നെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. So without taking much time, let me get into the first topic, that is what do you mean by union executive. നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? The Union Executive consists of President, Vice President, Prime Minister, the Council of Ministers, and the Attorney General of India. So, ഇന്ത്യയിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് മുതൽ ആ ഹൈറാർക്കി നിങ്ങൾ ഓർമ്മ വയ്ക്കണം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ. അപ്പോൾ ഈ 5 പൊസിഷൻസും ഈ 5 കാര്യങ്ങളെക്കുറിച്ചും ഈ 5 പൊസിഷൻസിലുള്ള വ്യക്തികളെക്കുറിച്ചും അവരുടെ പവേഴ്സും അവരുടെ ക്വാളിഫിക്കേഷൻസും അവരുടെ ഓഫീസിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് സംസാരിക്കുന്നത് പാർട്ട് 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഫ്രം 52 to 78. 52 തുടങ്ങി 78 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിലാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറലുടെ പവേഴ്സ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. സോ ദ ഫസ്റ്റ് സബ് ടോപ്പിക് അണ്ടർ ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഇസ് ഗോണ ബി പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യൻ രാഷ്ട്രപതി. നമ്മൾ മലയാളത്തിൽ പറയും രാഷ്ട്രപതി, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പവേഴ്സ് എന്തെല്ലാമാണ്, രാഷ്ട്രപതിയാകാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് കൺസിഡർഡ് ടു ബി ദ ഹെഡ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഹെഡായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സംസാരിക്കുമ്പോൾ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ആൻഡ് ഹീ ഈസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ആക്ട്സ് ആസ് എ സിംബൽ ഓഫ് യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സോളിഡാരിറ്റി ഓഫ് നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും ആ ഒരു ഇൻറ്റഗ്രിറ്റിയുടെയും സിമ്പിളായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇസ് എ ഇന്ത്യൻ പ്രസിഡന്റ്. നൗ, എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്? ദ ഇലക്ഷൻ ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് ഇലക്റ്റഡ് നോട്ട് ഡയറക്ട്ലി ബൈ പീപ്പിൾ. ആളുകൾ നേരിട്ട് ജനാധിപത്യപരമായിട്ട് നമ്മൾ MLAസിനോ MPസിനോ തിരഞ്ഞെടുക്കുന്ന രീതിയിലല്ല നമ്മൾ ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ബട്ട് by the members of electoral college of India. ഇന്ത്യയിലെ ഇലക്ട്രൽ കോളേജുകളിലെ വ്യക്തികളാണ് നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഇലക്ട്രൽ കോളേജ്? ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. ഇന്ത്യയിൽ നമുക്കറിയാം അപ്പർ ഹൗസും ലോവർ ഹൗസും ഉണ്ട്, രാജ്യസഭയും ലോക്സഭയും ഉണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും ആളുകൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നു. അവരോടൊപ്പം തന്നെ ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനങ്ങളിലെ MLAമാർ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLAമാർ പങ്കെടുക്കുന്നു. ഇനി ചില സംസ്ഥാനങ്ങളിലും ഉണ്ടാവും അപ്പർ ഹൗസും ലോവർ ഹൗസും. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പർ ഹൗസിലും ലോവർ ഹൗസിലെയും ആളുകൾ നമുക്ക് പങ്കെടുക്കും. ദെൻ തേർഡ് വൺ, ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഡൽഹിയിലെയും പോണ്ടിച്ചേരിയിലെയും അല്ലെങ്കിൽ പുതുച്ചേരിയിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസും. ഇവരെല്ലാവരും ഇവർ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ കൂടിച്ചേരുന്നതാണ് ഇന്ത്യയുടെ ഇലക്ട്രൽ കോളേജ് എന്നുള്ളത്. ഈ ഇലക്ട്രൽ കോളേജിൽ നടക്കുന്ന, അല്ലെങ്കിൽ അവരാണ് ഇലക്ഷനിലൂടെ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ? ഇനി ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു പ്രത്യേക പവറിനെയാണ് നമ്മൾ വീറ്റോ പവർ എന്ന് പറയുന്നത്. അത് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ കാരണം ഇറ്റ്സ് എ സ്പെഷ്യൽ പവർ enjoyable by the President of India. Veto power means a bill passed by Parliament can come to force or come to an action only if it is being signed by the President. അതായത് ഇന്ത്യയിലെ പാർലമെന്റിന്റെ അപ്പർ ഹൗസും ലോവർ ഹൗസും പാസ് ചെയ്തൊരു ബില്ല് ഒരു നിയമമായി മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം അതിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം.
So without the consent or without the assent of president, without the signature of president, ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ആക്ട് വെറും ഒരു ആക്ടോ ബില്ലായിട്ട് മാത്രം നിൽക്കുള്ളൂ. അതൊരു നിയമമായി മാറണമെങ്കിൽ the president has to sign in that particular bill. So that's how the bill become ഒരു റൂളായി ഒരു ലോ ആയിട്ട് മാറുന്നത് ആ ഒരു പ്രോസസ്സിലൂടെയാണ്. ആൻഡ് ആ പ്രോസസ്സിന് അല്ലെങ്കിൽ ആ പവറിനെയാണ് നമ്മൾ വീറ്റോ പവർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. നൗ നമ്മൾ എന്താണ് പ്രസിഡന്റിന്റെ എലക്ഷന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നൗ ഒരു വ്യക്തിക്ക്, ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ള ഒരു പദവിയിലേക്ക് മത്സരിക്കാം. പക്ഷേ മത്സരിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? വിച്ച് മീൻസ് ദാറ്റ് ദ ക്വാളിഫിക്കേഷൻസ് ഫോർ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. The first eligibility criteria is that he or she should be a citizen of India. Indian citizen ആയിരിക്കണം. He or should have completed 35 years of age. 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് he should be qualified for election of member of ലോക്സഭ. ലോക്സഭ എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ലോവർ ഹൗസിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതിൻ്റെ യോഗ്യതകളെ കുറിച്ച് നമ്മൾ ഈ വീഡിയോൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് ലോക്സഭ എന്നുള്ളതും അവിടുത്തെ ക്വാളിഫിക്കേഷൻസ്. സോ ലോക്സഭയിലേക്ക് ക്വാളിഫൈ ആവാൻ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ആൻഡ് ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദി യൂണിയൻ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി ലോക്കൽ അതോറിറ്റി ഓർ എനി അതർ പബ്ലിക് അതോറിറ്റി. അതായത് അദ്ദേഹം മത്സര രംഗത്തുണ്ടാകുന്ന സമയത്ത് ഒരു രീതിയിലും വേറൊരു ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെയോ പബ്ലിക് അതോറിറ്റിയിലോ ഒരു രീതിയിലും ഒരു ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു രീതിയിൽ ഒരു ഫണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ഒരു ഫണ്ട് കിട്ടാവുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു റോളിൽ അദ്ദേഹം ഉണ്ടായിരിക്കരുത്. ഈ 4 ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിൽ ഈ 4 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. നൗ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് അനുസരിച്ച് കൈൻഡ്ലി നോട്ട് the first president of India was Dr. Rajendra Prasad, and no person except Rajendra Prasad has occupied this particular office for 2 terms. അതായത് രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. പക്ഷെ അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു റെക്കോർഡാണ് 2 തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ സാധിച്ചൊരു വ്യക്തി കൂടി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വേറൊരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. ആൻഡ് കറന്റ്ലി അറ്റ് പ്രസന്റ് Ramnath Kovind is the president of India and he is the 15th president of India. This is for your kind information. Now, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് എ ടേം ഓഫ് പ്രസിഡൻസ് ഓഫീസ്. അതായത് ഒരു വ്യക്തി പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടാൽ എത്ര വർഷത്തേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും സാഹചര്യവശാൽ ഈ പ്രസിഡന്റിനെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൾ ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഭരണഘടന നമുക്ക് നൽകുന്നത്. Which means that we are going to deal with the term of president's office and what is the impeachment process of president of India. The first term, എത്ര കാലയളവിലേക്കാണ് ഒരു പ്രസിഡന്റിനെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. The president holds the office for a term of 5 years. So പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷത്തേക്കാണ് നമ്മൾ ഒരു വ്യക്തിയെ പ്രസിഡന്റ് ആയിട്ട് നമ്മൾ എലക്ട് ചെയ്യുന്നത്. He can resign from his office at any time by addressing the resignation to vice president. സോ അദ്ദേഹത്തിന് താഴെയുള്ള വൈസ് പ്രസിഡന്റിന് റെസിഗ്നേഷൻ ലെറ്റർ അദ്ദേഹത്തിന് ഏത് സമയം വേണമെങ്കിലും കൊടുക്കാം. ഇഫ് ഹി വില്ലിംഗ് ടു റിസൈൻ ഹി ക്യാൻ റിസൈൻ ഈവൻ ബിഫോർ 5 years. അങ്ങനെയാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ വൈസ് പ്രസിഡന്റ് ആയിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്. ഫർദർ ഹി ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഹിസ് ടേം ബൈ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ്. ഇനി ഏതെങ്കിലും ഗുരുതര ആരോപണങ്ങളിൽ പെട്ട് അദ്ദേഹത്തിന് ഓഫീസിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ, അതായത് പ്രസിഡന്റിന് 5 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ടേം കഴിയുന്നതിന് മുമ്പ് ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്, പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ്. നൗ വാട്ട് ഈസ് ദ ഇംപീച്ച്മെന്റ് പ്രോസസ്? എന്താണ് ഇംപീച്ച്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? ദ പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ്. ദ ഇംപീച്ച്മെന്റ് ചാർജസ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ either ഹൗസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ 2 ഹൗസിലും ലോക്സഭയിലും രാജ്യസഭയിലും ഈ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നടക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്? ദീസ് ചാർജസ് ഷുഡ് ബി സൈൻഡ് ബൈ 1/4 മെമ്പേഴ്സ് ഓഫ് ഹൗസ് ആൻഡ് എ 14 days നോട്ടീസ് ഷുഡ് ബി ഗിവൻ ടു പ്രസിഡന്റ്. അതായത് പ്രസിഡന്റിനെതിരെയുള്ള ചാർജുകൾ, പ്രസിഡന്റിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഒരു റെസൊല്യൂഷൻ പോലെ പാസ്സാക്കി സഭയിലെ 4 ഭാഗം വ്യക്തികൾ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് ആ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. അതോടൊപ്പം തന്നെ 14 ദിവസം മുൻപ് ഒരു നോട്ടീസ് പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് പ്രോസസ്സ്
ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഇനി ആഫ്റ്റർ ദ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഈ 1/4 വ്യക്തികൾ അംഗങ്ങൾ ഇത് പാസ്സാക്കി രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ അതിനനുസരിച്ച് അതിന് നടപടിക്രമങ്ങളുണ്ട്. നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ഇംപീച്ച്മെന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ആഫ്റ്റർ ദ ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ ഇസ് ബീങ് പാസ്ഡ്, ഈ രണ്ട് സഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും ഇംപീച്ച്മെന്റിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കഴിഞ്ഞാൽ 2/3 ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ്, ഓക്കെ, രണ്ട് ഹൗസുകളിലുമുള്ള പോപ്പുലേഷൻ അല്ല, രണ്ട് ഹൗസുകളിലുമുള്ള രാജ്യസഭയുടെയും ലോക്സഭയുടെയും ഉള്ള ഹൗസുകളിലുള്ള മെമ്പർഷിപ്പിന്റെ 2/3 ടോട്ടൽ മെമ്പർഷിപ്പ് ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ, അതെ, നമുക്ക് നമ്മുടെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാം എന്നുള്ള റെസൊല്യൂഷനെ അംഗീകരിക്കുകയാണെങ്കിൽ ദ പ്രസിഡന്റ് സ്റ്റാൻഡ്സ് റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ്. ഉടനെ തന്നെ പ്രസിഡന്റ് നമ്മൾ ഓഫീസിൽ നിന്ന്, അതായത് അദ്ദേഹത്തിന്റെ അപ്പോസിഷനിൽ നിന്നും നമുക്ക് മാറ്റാൻ പറ്റും. സോ അദ്ദേഹത്തിനെതിരെയുള്ള ചാർജുകൾ നമുക്ക് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1/4 സപ്പോർട്ട് മതി. പക്ഷെ അദ്ദേഹത്തിനെ ഓഫീസിൽ നിന്ന് നമുക്ക് ഇംപീച്ച് ചെയ്ത് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യണമെങ്കിൽ 2/3 മെമ്പേഴ്സിന്റെ രണ്ട് ഹൗസിലും ഉള്ള മെമ്പേഴ്സിന്റെ 2/3 മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഇതിന് അത്യാവശ്യമാണ്. ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. 14 ദിവസം മുമ്പ് പ്രസിഡന്റിന് അതിന്റെ നോട്ടീസ് നൽകണം. അതിനു മുമ്പ് രാജ്യസഭയിലും ലോക്സഭയിലും 1/4 മെമ്പേഴ്സിന്റെ അംഗീകാരത്തോടെ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. അതിനുശേഷം രണ്ട് ഹൗസുകളിലും 2/3 മെജോറിറ്റിയോടുകൂടി ഈ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ the President of India stands removed from the office. Clear? Now, what are the functions or what are the powers of Indian President? Indian Presidentന്റെ പവറുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസും ഫങ്ഷൻസും എന്താണ്? 7 ഫങ്ഷൻസ്, 7 പവറുകളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. The first one is executive power. Executive power means he appoints Prime Minister and other ministers, Attorney General, Chief Election Commissioners and administer the Union Territories. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറലിനെ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ മെയിൻ പോസ്റ്റിലുള്ള വ്യക്തികളെ മുഴുവൻ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണ്. ദ സെക്കൻഡ് വൺ ഇസ് ലെജിസ്ലേറ്റീവ് പവർ. ലെജിസ്ലേറ്റീവ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് he can summon the parliament and dissolve the Lok Sabha and can hold joint session of both houses. രാജ്യസഭയും ലോക്സഭയും വിളിച്ചു കൂട്ടുന്നതിനുള്ള അധികാരവും അത് ഡിസോൾവ് ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റിനുണ്ട്. ഇവ രണ്ടിൻ്റെയും സംയുക്തമായിട്ടുള്ള മീറ്റിംഗ് കൂടുവാനും ഉള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഹി നോമിനേറ്റ്സ് 12 മെമ്പേഴ്സ് ടു രാജ്യസഭ അവേ ഫ്രം വേരിയസ് ഫീൽഡ്സ്. 12 വ്യക്തികളെ രാജ്യസഭയിലേക്ക് നമ്മൾ ഇലക്ഷനാണ്, അതിൽ കൂടാതെ രാജ്യസഭയിലേക്ക് 12 വ്യക്തികളെ നോമിനേറ്റ് ചെയ്യാൻ പല മേഖലകളിൽ നിന്ന് 12 വ്യക്തികളെ, സിനിമ, കായികം, സാംസ്കാരികം, അങ്ങനെ പല മേഖലയിൽ നിന്ന് 12 വ്യക്തികളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനും ആൻഡ് നോമിനേറ്റ് 2 മെമ്പേഴ്സ് ടു ലോക്സഭ ഫ്രം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ആൻഡ് ലോക്സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 വ്യക്തികളെയും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരത്തിനാണ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത്. The third one is financial power. Financial power constitutes the the financial power explains the power of the president to constitute finance commission after every 5 years and to make advances out of contingency fund. അതായത് ഓരോ 5 വർഷം കൂടുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഫൈനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നതും അതുപോലെ തന്നെ കണ്ടിജൻസി ഫണ്ടുകളിൽ നിന്ന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള അധികാരവും നമ്മുടെ പ്രസിഡന്റിന്റെ ഫൈനാൻഷ്യൽ പവറിലാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ജുഡീഷ്യൽ പവർ. ജുഡീഷ്യൽ പവർ പ്രകാരം ഹി അപ്പോയിന്റ്സ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഓക്കെ, സുപ്രീം കോടതിയിലെയും അതുപോലെ തന്നെ സ്റ്റേറ്റുകളിലെ ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ഇസ് ബൈ ദ പ്രസിഡന്റ്. ദെൻ ഡിപ്ലോമാറ്റിക് പവർ. ഡിപ്ലോമാറ്റിക് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി റെപ്രസെന്റ്സ് ദ ഇന്ത്യ. ഇന്ത്യയുടെ ഫേസ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ്. സോ ഹി റെപ്രസെന്റ്സ് ദ ഇന്ത്യ ഇൻ ദ he represents India in the international forums and affairs, sent and receives diplomats like ambassadors, high commissioners and. അപ്പോൾ ഇന്ത്യനെ ഏതൊരു കോൺഫറൻസുകളിലും ഇന്റർനാഷണൽ ഫോറത്തിലും റെപ്രസെന്റ് ചെയ്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് നോക്കുന്ന വ്യക്തിയും പ്രസിഡന്റ് ആണ്. നെക്സ്റ്റ് വൺ, മിലിറ്ററി പവർ. ഹി ഈസ് എ സുപ്രീം കമാൻഡന്റ് ഓഫ് ദ മിലിറ്ററി ഫോഴ്സ് ഓഫ് ഇന്ത്യ. ഹി അപ്പോയിന്റ്സ് ദ ചീഫ്സ് ഓഫ് ആർമി. അത് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അതിൻ്റെ ചീഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നതും ചീഫുകൾ ഡയറക്റ്റ് കൺട്രോൾ
പ്രസിഡന്റിന്റെ കീഴിലാണ്. സോ മിലിറ്ററി പവർ ആണ് ഈ പറയുന്ന എക്സ്പ്ലനേഷനിൽ വരുന്നത്. ദ ലാസ്റ്റ് വൺ ഇസ് യുവർ എമർജൻസി പവർ. ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിലുള്ള നാഷണൽ എമർജൻസി, ദേശീയ തലത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ആർട്ടിക്കിൾ 352, അതോടൊപ്പം തന്നെ ഒരു പ്രസിഡന്റ് റൂള് കൊണ്ടുവരണം. ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിയിലോ ഏതെങ്കിലും അരക്ഷിതാവസ്ഥയിൽ അവിടുത്തെ ഗവൺമെന്റിന് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രസിഡന്റിന്റെ റൂൾ രേഖപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ പ്രസിഡന്റ് റൂള് അവിടെ കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് വി കോൾ പ്രസിഡൻഷ്യൽ റൂൾ ഓർ സ്റ്റേറ്റ് എമർജൻസി. ആൻഡ് വി ഹാവ് ഫൈനാൻഷ്യൽ എമർജൻസി, ആർട്ടിക്കിൾ 360. അപ്പോൾ ഈ 3 എമർജൻസിയും ഡിക്ലെയർ ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അവകാശവും പവറും ഉള്ളത് പ്രസിഡന്റാണ്. സോ ദീസ് ആർ ദ 7 powers of Indian president. Now, next topic which we are going to deal with is vice president. So president എന്താണ് പറഞ്ഞു, president qualifications പറഞ്ഞു, term പറഞ്ഞു, impeachment process പറഞ്ഞു, powers പറഞ്ഞു. Now, what is the role of vice president in India? ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റ് എങ്ങനെയാണ് ഇലക്ട് ചെയ്യപ്പെടുന്നത്, എന്താണ് വൈസ് പ്രസിഡന്റിന്റെ പവർ ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. The vice president occupies the second highest office in country. ഇന്ത്യയിൽ പ്രസിഡന്റിന് തൊട്ട് താഴെ വൈസ് പ്രസിഡന്റ് ആണ് സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. Second most powerful person. The vice president, like president, is elected not directly by people but by the method of indirect election. He is elected by the members of electoral college consisting of the both houses of parliament. നമ്മളെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ജനങ്ങളാൽ നേരിട്ടല്ല ഇലക്ട് ചെയ്യപ്പെടുന്നത്. വെറസ് രാജ്യസഭയിലും ലോക്സഭയിലും മെമ്പേഴ്സ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സിലൂടെയാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്നത്. ആൻഡ് കറന്റ്ലി നമുക്ക് ശ്രീ വെങ്കയ്യ നായിഡു ആണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, കൈൻഡ്ലി നോട്ട്, ഇറ്റ് വാസ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ക്ലിയർ? നൗ, what are the qualifications for being the vice president of India? ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ്. അഗെയിൻ, ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ആൻഡ് ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭ എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ഹൗസിലേക്ക് എലക്ട് ചെയ്യപ്പെടാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. ആൻഡ് ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. എഗെയിൻ, ഒരു രീതിയിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്ഥാനമാനങ്ങൾ അദ്ദേഹം അലങ്കരിക്കരുത്, അല്ലെങ്കിൽ അദ്ദേഹം ഹോൾഡ് ചെയ്യരുത് എന്നുള്ള നാലാമത്തെ ക്രൈറ്റീരിയ. സോ ഈ 4 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അർഹത ഉണ്ട്. നൗ, വാട്ട് ഇസ് ദ ടേം ഓഫ് ഓഫീസ്? എത്ര നാളത്തേക്കാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്? ദ വൈസ് പ്രസിഡന്റ് ആസ് പ്രസിഡന്റ് ഓഫീസ് പോലെ തന്നെ 5 വർഷത്തേക്കാണ്, എ ടേം ഓഫ് 5 years. He can resign from his office at any time. If he is willing to do that, he can resign the office, addressing the resignation letter to president. പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ ലെറ്റർ. ഇൻ കേസ് റിസൈൻ ചെയ്യുകയാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ പ്രസിഡന്റിന് ആണ് അത് അഡ്രസ് ചെയ്യേണ്ടത്. ആൻഡ് ഹി ക്യാൻ ഓൾസോ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഹിസ് ടേം. അഗെയിൻ, ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ തന്നെയാണ് വൈസ് പ്രസിഡന്റിനെയും ഓഫീസിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ റിമൂവൽ പ്രോസസ് എന്നുള്ളത്? The vice president can be removed by a resolution passed at least 14 days advance by the majority of the members of Rajya Sabha and agree to the Lok Sabha. So ഈ ഒരു വൈസ് പ്രസിഡന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്, ഇംപീച്ച്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് 14 ദിവസം മുമ്പ് അഗെയിൻ ഒരു അഡ്വാൻസ് ആയിട്ട് നോട്ടീസ് വൈസ് പ്രസിഡന്റ് കൊടുക്കണം. ദാറ്റ് ഈസ് ഇംപീച്ച്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത്. അതിനുശേഷം രാജ്യസഭയിലെയും ലോകസഭയിലെയും മെജോറിറ്റി വ്യക്തികളുടെ സപ്പോർട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ മെജോറിറ്റി വോട്ടുകൾ കിട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് മീൻസ് ദാറ്റ് ദ വൈസ് പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ് ഫ്രം ദ ഓഫീസ്. അതായത് രാജ്യസഭയിലും ലോക്സഭയിലും മെജോറിറ്റി മെമ്പേഴ്സും ഇംപീച്ച്മെന്റ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്തുകൊണ്ട് ഓഫീസിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. പ്രിറ്റി മച്ച് നമ്മുടെ പ്രസിഡന്റിന്റെ അതേ ഒരു പ്രോട്ടോകോൾ തന്നെയാണ് നമുക്ക് വൈസ് പ്രസിഡന്റും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നൗ, what are the powers and functions of vice president? എന്തൊക്കെയാണ് വൈസ് പ്രസിഡന്റിന്റെ പവറും ഫംഗ്ഷനും? He acts as an ex officio chairman of Rajya Sabha.
ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ഹൗസ് ആയിട്ടുള്ള രാജ്യസഭ ഹെഡ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. That's why he called as the chairman of Rajya Sabha, ex officio chairman of Rajya Sabha. And he acts as president when a vacancy occurs the office of president due to resignation, impeachment, death or otherwise. ഏതെങ്കിലും കാരണവശാൽ ഇംപീച്ച്മെന്റ് കൊണ്ടോ മരണം കൊണ്ടോ റെസിഗ്നേഷൻ കൊണ്ടോ പ്രസിഡന്റിന്റെ ഓഫീസ് വേക്കന്റ് ആണെങ്കിൽ, പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് ആളില്ലെങ്കിൽ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വർത്തിക്കുന്ന അല്ലെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും Vice President. So these are the functions of Vice President of India. Next topic is Prime Minister. Okay, so നമ്മൾ President സംസാരിച്ചു, Vice President സംസാരിച്ചു. അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ് Prime Minister of India. എങ്ങനെയാണ് Prime Minister elect ചെയ്യപ്പെടുന്നത്? According to Indian Constitution, the President is the head of the state, whereas the Prime Minister is the head of the government. Okay, ഗവൺമെന്റിന്റെ ഹെഡാണ് Prime Minister. നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദ പ്രസിഡന്റ് ഹാസ് ടു അപ്പോയിന്റ് ദ ലീഡർ ഓഫ് മെജോറിറ്റി പാർട്ടി ഇൻ ലോക്സഭ ആസ് എ പ്രൈം മിനിസ്റ്റർ. സോ ആർട്ടിക്കിൾ 75 പ്രകാരം പറയുന്നത് ലോക്സഭയിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. രാജ്യസഭയിലും മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ്. പക്ഷെ ലോക്സഭയിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ ഡയറക്ട്ലി ജനങ്ങളാൽ എലക്ട് ചെയ്യപ്പെടുന്നവരാണ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഇൻ ലോക്സഭ. ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള പാർട്ടിയുടെ ലീഡറെയാണ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ദാറ്റ്സ് ഹൗ ദ പ്രൈം മിനിസ്റ്റർ ഇസ് ബീങ് ഇലക്റ്റഡ്. പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലി സ്പീക്കിംഗ് ദ പ്രൈം മിനിസ്റ്റർ മേ ബി ദ മെമ്പർ ഓഫ് 2 ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷണലി സംസാരിക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് 2 ഹൗസിലെയും മെമ്പേഴ്സ് ആവാം. ഹി ക്യാൻ ബി ഐദർ ദ മെമ്പർ ഓഫ് ലോക്സഭ ഓർ ഈവൻ രാജ്യസഭ. Now, what are the powers and functions of Prime Minister? Article 78 ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ പവറും ഫങ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇത് പവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പല തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴെയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് ഹി ഈസ് ദ ഹെഡ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡാണ്. റെക്കമെൻഡ് മിനിസ്റ്റേഴ്സ് ടു ബി അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ്. ആരെയെല്ലാം മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിന് അഡ്വൈസ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അലോക്കേറ്റ്സ് ആൻഡ് റീഷഫിൾസ് വേരിയസ് പോർട്ട്ഫോളിയോ. ഏതെല്ലാം മന്ത്രിമാർക്ക് ഏതെല്ലാം വകുപ്പുകൾ നൽകണമെന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഹി ഗൈഡ്സ്, ഡയറക്ട്സ്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് മിനിസ്റ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിനിസ്റ്റേഴ്സിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതും പ്രൈം മിനിസ്റ്റർ ആണ്. നൗ വാട്ട് ഈസ് ഹിസ് പവർ ഇൻ റിലേഷൻ വിത്ത് പ്രസിഡന്റ്? പ്രസിഡന്റുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പ്രസിഡന്റുമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പവറുകൾ എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡന്റ് ഓൾ ഡിസിഷൻസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ. ഭരണവുമായി ബന്ധപ്പെട്ട് കൗൺസിലേഴ്സ് ഓഫ് മിനിസ്റ്റേഴ്സുമായി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും പ്രസിഡന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രൈം മിനിസ്റ്റർ ഡ്യൂട്ടിയാണ്. And he advises the president with regard to the appointment of important officials like Attorney General of India, Comptroller and Auditor General of India, Chairman and members of UPSC, Election Commission and such things. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹൈറാർക്കി പൊസിഷനിലുള്ള വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റിന് വേണ്ടുന്ന അഡ്വൈസ് നൽകുന്നതും നമ്മൾ ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. സോ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. അത് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണെങ്കിലും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണെങ്കിലും. ഇനി പാർലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ ഇസ് ദ ലീഡർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ലീഡറാണ്. ആ രീതിയിലുള്ളൊരു അധികാരം നമ്മുടെ പ്രൈം മിനിസ്റ്ററിനുണ്ട്. ആൻഡ് ഹി ക്യാൻ സമ്മൺ ആൻഡ് ഡിസോൾവ് ദ ലോക്സഭ. ലോക്സഭ വിളിക്കുന്നതിനും പിരിച്ചുവിടുവാനുമുള്ള അധികാരം പ്രൈം മിനിസ്റ്ററിനാണുള്ളത്. ഇനി വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ്? പ്രൈം മിനിസ്റ്റർ അതർ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹി ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. ആൻഡ് ഹി ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിൽ ആൻഡ് അതർ ബോഡീസ്. പല കൗൺസിൽസിൻ്റെയും പല ഔദ്യോഗികമായിട്ടുള്ള ബോഡീസിൻ്റെയും ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് ഹി ഈസ് എ ചീഫ് സ്പോക്ക് പേഴ്സൺ ഓഫ് യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മെയിൻ ഒരു വക്താവ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മെയിൻ സ്പോക്ക് പേഴ്സൺ എന്ന് പറയുന്നത് അഗൈൻ പ്രൈം മിനിസ്റ്റർ ആണ്. ഹി ഈസ് എ ലീഡർ ഓഫ് ദി പാർട്ടി ഇൻ പവർ
and he is a crisis manager in chief during emergencies. എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു എമർജൻസി വരുമ്പോൾ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് ഒരു ഫൈനൽ ഡിസിഷൻ അതിലെടുക്കുന്നത്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ്. സോ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് പറയുമ്പോൾ വിത്ത് റിലേഷൻ വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, പ്രസിഡന്റ്, ഇൻ റിലേഷൻ വിത്ത് പാർലമെന്റ് ആൻഡ് അതർ ഫങ്ഷൻസ് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. നൗ നെക്സ്റ്റ്, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സോ യൂണിയൻ എക്സിക്യൂട്ടീവില് പ്രസിഡന്റ് എന്താണ് സംസാരിച്ചു, അതിന് താഴെ വൈസ് പ്രസിഡന്റ്, ദെൻ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന് താഴെ പ്രവർത്തിക്കുന്ന മിനിസ്റ്റേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. സെൻട്രൽ എന്ന് പറയുന്ന കാരണം അത് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സോ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഓർ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. ഇനി ദ പ്രൈം മിനിസ്റ്റർ ഇസ് ബീങ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. വെറാസ് the other ministers under the prime minister is being appointed by the president on the advice of prime minister. അപ്പോൾ ഒരിക്കൽ പ്രൈം മിനിസ്റ്ററെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററിന് കീഴിലുള്ള മിനിസ്റ്റേഴ്സിനെ ആരെയെല്ലാം അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഇനി ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് 3 categories of ministries. നമ്മൾ പലപ്പോഴും കേട്ടുകേൾവിയുള്ള ഒരു കാര്യമായിരിക്കും, പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് മിനിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം മിനിസ്റ്റേഴ്സിനെ, പ്രധാനമന്ത്രിക്ക് കീഴിലുള്ള മൊത്തം മിനിസ്ട്രീസിനെ നമ്മൾ 3 സെക്ഷനായിട്ട് തിരിക്കും. ദ ഫസ്റ്റ് സെക്ഷൻ ഇസ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ദ സെക്കൻഡ് വൺ ഇസ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, ദ തേർഡ് ഇസ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മേധാവിയായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ധനകാര്യം, ഡിഫൻസ്, വിദേശകാര്യം എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മിനിസ്ട്രീസിനെയാണ് നമ്മൾ ക്യാബിനറ്റ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ മിനിസ്ട്രീസ് ഓഫ് സ്റ്റേറ്റ്. അവർക്ക് ഇൻഡിപെൻഡൻറ്റ് ചാർജ് ആയിരിക്കും, അവർക്ക് ക്യാബിനറ്റ് പദവി റാങ്ക് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ചാർജ് ആയിരിക്കും. അതിന് താഴെ വി ഹാവ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഓരോ മിനിസ്റ്റേഴ്സിന് താഴെ ഡെപ്യൂട്ടി സഹകരണ മന്ത്രി, ഓക്കെ, സഹകരണ വകുപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സഹകരണ വകുപ്പ് എടുക്കുകയാണെങ്കിൽ സഹകരണ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് മെയിൻ മിനിസ്റ്ററാണ്. ആ സഹകരണ വകുപ്പ് മന്ത്രിയുടെ കീഴെ സഹമന്ത്രിമാരുണ്ടാവും. ഈ സഹമന്ത്രിമാരെയാണ് നമ്മൾ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ 3 ടൈപ്പിലുണ്ട്. ഇറ്റ് ഈസ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. നൗ വാട്ട് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റസ് ഓഫ് മിനിസ്റ്റേഴ്സ്? അതായത് ഇന്ത്യയിൽ യൂണിയൻ മിനിസ്റ്റേഴ്സിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും കാര്യങ്ങളും എന്താണ്? Article 74 and 75 explains the status of Council of Ministers, and according to Article 74, Council of Ministers is to aid and advise President. പ്രസിഡന്റിനെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കുവാനും അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാനുമുള്ള ഒരു പവർ ആർട്ടിക്കിൾ 74 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 75 പറയുന്നത് total number of ministers including prime minister shall not exceed the 15% of total strength of Lok Sabha. അതായത് ആർട്ടിക്കിൾ 75 പ്രകാരം പറയുന്നത് മൊത്തം ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 15% കൂടരുത് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള യൂണിയൻ മിനിസ്ട്രി എന്നുള്ളത്. വിച്ച് മീൻസ് ഒരു കുറേ ആളുകളെ, നമുക്ക് തോന്നുന്ന രീതിയിൽ കുറേ ആളുകളെ മിനിസ്റ്റർ ആക്കാനുള്ള ഒരു പവർ പ്രൈം മിനിസ്റ്റർക്കില്ല ഒരിക്കലും. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 15% ഓഫ് total strength. So Article 74 and 75. Now, the last topic of Union Executive is Attorney General of India. So what do you mean by Attorney General എന്ന് പറയുന്നത്? നമുക്ക് അധികം അങ്ങനെ ഒരു ഭയങ്കരമാർന്ന നമ്മുടെ ഡെയിലി ബേസ് നമ്മൾ കേൾക്കുന്ന ഒരാളായിരിക്കില്ല, ലൈക്ക് ആസ് പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡന്റ് പോലെ തന്നെ നമുക്ക് കേൾക്കില്ല. പക്ഷേ he plays a very pivotal role when it comes to Union Executive. Now let's see എന്താണ് ഈ പറയുന്ന പോസ്റ്റ്, എന്താണ് അതിൻ്റെ സവിശേഷതകൾ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് പവേഴ്സ് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. The Constitution, Article 76 has provided the office of Attorney General of India. Now, what is the speciality of his office? He is the highest law officer in the country. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ദ അറ്റോർണി ജനറൽ നമ്മളത് ഷോർട്ട് ഫോമിൽ AG എന്നാണ് വിളിക്കുന്നത്. പേപ്പേഴ്സിൽ AG എന്നാണ് നമ്മൾ കാണുന്നത്. AG ഈസ് ബീങ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് AG നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഒരു വ്യക്തിക്ക് AG ആകണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണം? ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, and he must be have been a judge for some
ഹൈക്കോർട്ട് ഫോർ 5 years. 5 വർഷമായിട്ട് ഏതെങ്കിലും ഹൈക്കോർട്ടിൽ ജഡ്ജ് ആയിരിക്കണം, ഓർ ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട്, ഏതെങ്കിലും ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരായിരിക്കണം, ഫോർ 10 years. ഓക്കെ, ജഡ്ജ് ആയിട്ടാണെങ്കിൽ 5 years, ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ 10 years എന്നുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻസ് ഉള്ള വ്യക്തികൾക്കാണ് AG പോസ്റ്റിലേക്ക് എലക്ട് ചെയ്യപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത്. ആൻഡ് ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിന് ഫിക്സഡ് ടെന്യൂർ ഇല്ല, ഒരു ഫിക്സഡ് ടേം ഇല്ല. പ്രസിഡന്റിന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒരു പ്ലഷറിന് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒരു എന്താ പറയുക, അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്, ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പ്രസിഡന്റിന് തോന്നുന്ന നിമിഷം വരെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ദർ ഇസ് നോ ഫിക്സഡ് ടെന്യൂർ ഫോർ AG അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നൗ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് AG? AGയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഹി ഗിവ് അഡ്വൈസ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോൺ ലീഗൽ മാറ്റേഴ്സ്. അതായത് ലീഗലായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഉപദേശം കൊടുക്കുന്നത് AG ആണ്. To perform duties of legal character that are assigned to him by the president. പ്രസിഡന്റ് അദ്ദേഹത്തിന് നൽകുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള ഡ്യൂട്ടീസ് എല്ലാം നിർവഹിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. To appear on behalf of the government of India in all cases in Supreme Court which the government of India is concerned. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഹാജരായി കാര്യങ്ങൾ പറയുന്നതിന് ഉള്ള അധികാരം AGക്കാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. And he has a right to speak and to take part in the proceedings of both houses of parliament. പാർലമെന്റിന്റെ രണ്ട് ഹൗസിലും, ലോക്സഭയിലും രാജ്യസഭയിലും അവിടുത്തെ പ്രൊസീഡിങ്സ് കാണുവാനും അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനുള്ള പവർ ഉണ്ട്. പക്ഷേ അവിടെ വോട്ടിംഗ് പവർ അദ്ദേഹത്തിനില്ല. കൈൻഡ്ലി നോട്ട്, ഒരിക്കലും AGക്ക് ലോവർ ഹൗസിലോ അപ്പർ ഹൗസിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ വോട്ടിംഗ് പവർ ഇല്ല. അവരുടെ സെഷൻസിൽ പങ്കെടുക്കുന്നതിനും സംസാരിക്കാനുമുള്ള റൈറ്റ് മാത്രമാണുള്ളത്. So these are the duties and functions of AG. Now, so with that, we have come to the end of this particular topic. That is union territory ennu parayumbol, when we call union territory, it is consist of president, vice president, prime minister, council of ministers and AG. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് how these posts is being created, എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എത്ര കാലയളവിലേക്കാണ് ഓരോ വ്യക്തികളും ഇലക്ട് ചെയ്യപ്പെടുന്നത്, അവരുടെ പവേഴ്സ് എന്താണ്, അവരുടെ റോൾസ് എന്താണ്, അവരുടെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ്. സോ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് സംസാരിക്കുമ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് AG. സോ വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അതായത് ഇനിയുള്ളത് പാർലമെന്റും യൂണിയൻ ജുഡീഷ്യറിയുമാണ്. അത് അടുത്ത വീഡിയോസിൽ വിൽ ബി എക്സ്പ്ലെയിനിങ് that particular topic. So thank you for watching this particular video. Thank you.